നമ്മള് പുറത്തുനിന്ന് പച്ചക്കറി വാങ്ങുന്നില്ല. അയ്യോ എന്തിനാ കളി എമ്പടിയുണ്ട് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പോകുന്നത് ഇടുക്കിയിലെ മാങ്കുളത്തുള്ള എന്റെ തറവാട്ടിലേക്കാണ്. മൂന്നാറിനോട് ചേർന്ന് കിടക്കുന്ന സിമിലർ വെതർ കണ്ടീഷൻസ് ഒക്കെയുള്ള ഒരു പ്രദേശമായതുകൊണ്ടും എന്നാൽ അതിൻ്റെതായ ബ്യൂട്ടിഫുൾ യുണീക്നെസ് കൊണ്ടും വളരെ ഡെവലപ്പിംഗ് ആയ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ് മാങ്കുളം. അടിമാലി കല്ലാറ് കഴിഞ്ഞ ഈ ഒരു വളവ് തിരിഞ്ഞ് കയറുമ്പോൾ തൊട്ട് ഈവൻ വെതറിൽ വരെ നമുക്ക് ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റും. നിറയെ വളവുകളുള്ള ഇടുങ്ങിയ റോഡും രണ്ട് സൈഡിലും ഇടതൂർന്ന മരങ്ങളും ഒക്കെ ഒരിക്കലും മറക്കാത്ത മാങ്കുളത്തേക്കുള്ള യാത്രകളിലെ മെയിൻ ഫാക്ടേഴ്സ് ആണ്. കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് ഇതിലെയുള്ള യാത്രകളിൽ ഞങ്ങളെ മെയിൻലി ആകർഷിച്ചിരുന്നത് സൈഡിലൂടെയുള്ള ഏലത്തോട്ടവും തേയിലത്തോട്ടവും ഇല്ലിത്തോട്ടവും ഒക്കെ ആയിരുന്നു. ആൻഡ് സ്റ്റിൽ വി ആർ ക്വൈറ്റ് എ ബിഗ് ഫാൻസ് ഓഫ് ദോസ്. ഞാൻ ഇത്തവണ ബസ്സിനാണ് വന്നത്. കമ്പാരിറ്റീവ്ലി അടിമാലിയിൽ നിന്ന് മാങ്കുളത്തിന് ബസ് കുറച്ച് കുറവാണ്. എങ്കിലും സ്ഥലം കാണാൻ മാത്രമായിട്ടൊക്കെ വരുന്നവർക്ക് വേണ്ടി KSRTCയുടെ ഉല്ലാസയാത്ര എന്നൊരു പ്രോഗ്രാം ഉണ്ട്. അതാവുമ്പോൾ ഓരോ സൈറ്റിലും നിർത്തി സ്ഥലങ്ങളൊക്കെ കണ്ടാവും നമുക്ക് വരാൻ പറ്റുക. നമ്മുടെ സ്റ്റോപ്പ് ആക്ച്വലി എത്താറായി. എന്ത് കാം ആൻഡ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആണല്ലേ. ഫോർ മീ എന്റെ ചൈൽഡ്ഹുഡിന്റെ മജോറിറ്റി ഭാഗം ഇവിടെ ആയിരുന്നുകൊണ്ട് തന്നെ ഇറ്റ്സ് എ പ്ലേസ് വെർ മൈ സോൾ ഫീൽസ് ഹോം. ഉച്ചവരെ എന്നെ കാത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരുന്ന രണ്ടുപേരും മുറ്റത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു, എന്റെ ഗ്രാൻഡ് പേരൻസ്. ആൻഡ് ഇതെല്ലാം അവരുടെ കരവിരുതാണ്. കുറേ വെജിറ്റബിൾസും നിറയെ പൂച്ചെടികളും എല്ലാം അവർ തന്നെ വെച്ചുപിടിപ്പിച്ച് അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ. എവറിത്തിങ് ഹിയർ ഫീൽസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് സൂതിങ് ആൻഡ് ഐ ലവ് ദാറ്റ്. വൈകുന്നേരം നമ്മൾ അമ്മയുടെ കൃഷിത്തോട്ടം ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. ആള് കിട്ടിയ ഈൽഡിന്റെ സന്തോഷവും പോയതിന്റെ വിഷമവും ഇങ്ങനെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആക്ച്വലി അമ്മയുടെ കൂടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ തന്നെ ഒരു പ്രീവിയസ് വേർഷൻ, പക്ഷെ ഭയങ്കര ഇന്നസെന്റ് ആൻഡ് ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ക്യൂട്ടസ്റ്റ് വേർഷൻ. അതാണ് ആക്ച്വലി അമ്മ. നമ്മള് പുറത്തുനിന്ന് പച്ചക്കറി വാങ്ങുന്നില്ല. അയ്യോ എന്തിനാ പയറ് തീർന്നു. ബീൻസ് പയറുണ്ടായിരുന്നു, അത് ശരിയാവില്ല. അത്രയും പോലും ഇത്ര എണ്ണ തേന്ന് കിട്ടിയില്ല. എന്നാ ഒന്നുകൂടി പറഞ്ഞ കൂട്ട് പറഞ്ഞേ. വെളുത്തുള്ളിയുടെ തൊലി, സബോള തൊലി, പിന്നെ പുള്ളിയില്ലാത്ത ഇടാം. പിന്നെ പഴത്തൊലി, ഏത്തപ്പഴത്തിന്റെ പുഴുങ്ങതും പുഴുങ്ങാത്തതും ഒക്കെ തൊലി ഇടും. എന്നിട്ട് കഞ്ഞിവെള്ളം ഒഴിക്കും. എന്നുള്ള മാത്രം ഒഴിക്കും. എന്നിട്ട് അത് വളമായിട്ട് എല്ലാത്തിനും ഒഴിക്കും. സോ അതൊക്കെയാണ് അവരുടെ ഓർഗാനിക് ഫാമിംഗ് ടെക്നിക്സ്. That's it for now. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ടു വാക്ക് വിത്ത് ദിവ്യ. താങ്ക് യു സോ മച്ച്. ബൈ.